ഇന്ന് നമുക്ക് ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ട് അച്ചാറുണ്ടാക്കിയാലോ? മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ചോപ്പറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 6-7 പച്ചമുളക് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും പൊടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത മുളകും പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടിയാണ് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇഞ്ചി വഴറ്റിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സുർക്ക ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണ് കടുക് വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എരിവും പുളിയും ഒക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടിയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഉപ്പിലിട്ട മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.